ഐമ വോയിസ് 2025 നോർത്ത് സോൺ മത്സരം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമ്മുടെ ജഡ്ജസ് മാർക്ക് കമ്പൈൽ ചെയ്ത് റിസൾട്ട് ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. ആ കാത്തിരിപ്പിൻ്റെ ഇടവേളയിൽ നമുക്ക് ഇന്നിവിടെ മധുരമേറിയ നമ്മളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുവാനും പാടുവാനും ആഗ്രഹിച്ച ആ ഗാനങ്ങൾ ആലപിച്ച അനുഗ്രഹീതരായ ഈ ഗായകർക്ക് ഐമ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അത് നൽകുന്നതിന് വേണ്ടി ഐമ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ അജികുമാർ മേടയിൽ, പ്രസിഡന്റ് എയ്മ ഡൽഹി. ശ്രീ സുരേഷ് കുമാർ നായർ, എയ്മ UP പ്രസിഡന്റ്. ശ്രീ മോഹൻ കെ നായർ, പ്രസിഡന്റ് എയ്മ ഹരിയാന. ശ്രീ ജയകുമാർ, സെക്രട്ടറി എയ്മ ഡൽഹി ആൻഡ് കോർഡിനേറ്റർ ഓഫ് എയ്മ സോൺ കോമ്പറ്റീഷൻ. ശ്രീ KT മഹാശയൻ, സെക്രട്ടറി എയ്മ UP. ശ്രീ തമ്പി ജോർജ്, സെക്രട്ടറി എയ്മ ഹരിയാന. ശ്രീ ഫിലിപ്പോസ് ദാനിയൽ, ട്രഷറർ എയ്മ രാജസ്ഥാൻ. ശ്രീ P രാംദാസ്, കോർഡിനേറ്റർ എയ്മ വോയിസ് UP സ്റ്റേറ്റ്. ശ്രീ അനൂപ് ഗോപിനാഥ്, കോർഡിനേറ്റർ എയ്മ വോയിസ് രാജസ്ഥാൻ. ശ്രീമതി സുജ രാജേന്ദ്രൻ, കൺവീനർ വിമൻസ് വിംഗ് ഡൽഹി. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് നമ്മൾ ആദ്യം ജൂനിയർ കാറ്റഗറി ആദിശങ്കർ, വലിയൊരു കൈയടിയോടുകൂടി അവരെ വേദിയിലേക്ക് വരവേൽക്കാം. അശ്വതി പിള്ളൈ ജി. ശ്രീ സുരേഷ് കുമാർ നായർ, ഐമ UP പ്രസിഡന്റ്, അദ്ദേഹത്തോട് സർട്ടിഫിക്കറ്റ് നൽകാൻ അഭ്യർത്ഥിക്കുന്നു. കീർത്തന ബിജേഷ്. ശ്രീ മോഹൻ നായർ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നിവേദ്യ N മേനോൻ. ശ്രീ ജയകുമാർ, സെക്രട്ടറി ഐമ ഡൽഹി. വൈഗ സാര. ശ്രീ KT മഹാശയൻ, എയ്മ UP സെക്രട്ടറി. ഇനിയുള്ളത് സീനിയർ കാറ്റഗറിയാണ്. ദേവിക മേനോൻ. ശ്രീ തമ്പി ജോർജ്, സെക്രട്ടറി എയ്മ ഹരിയാന. ധനുഷ് ശശിധരൻ. ധനുഷിന് സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ ഫിലിപ്പോസ് ദാനിയൻ, ട്രഷറർ എയ്മ രാജസ്ഥാൻ. K സിദ്ധാർത്ഥ്. ശ്രീ P രവീന്ദ്രൻ, ട്രഷറർ എയ്മ ഡൽഹി, അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിദ്ധാർത്ഥിന് സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ P രവീന്ദ്രൻ, ട്രഷറർ എയ്മ ഡൽഹി. അടുത്ത് ശ്രേയ മനോജ്. ശ്രീ രാമദാസ് നൽകുന്നു ശ്രേയ മനോജിന്. ശ്രീ രാമദാസ്. അടുത്തത് സൂപ്പർ സീനിയർ കാറ്റഗറിയാണ്. അക്ഷയ് R വാര്യർ. ശ്രീ അനിൽ, വൈസ് പ്രസിഡന്റ് ഐമ ഡൽഹി, അദ്ദേഹത്തെ ഈ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അക്ഷയ് R വാര്യർ, സൂപ്പർ സീനിയറിലെ കണ്ടസ്റ്റന്റ്. അടുത്തത് അനിൽ കുമാർ B. ശ്രീമതി സുജ രാജേന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. അനിൽകുമാർ KV. ക്യാപ്റ്റൻ ഗോപാലകൃഷ്ണൻ. ശ്രീ അജികുമാർ മേടയിൽ നൽകുന്നു. മമത M മാത്യൂസ്. അടുത്തത് ശ്രീ സുരേഷ് നായർ. പ്രഭ MK. ശ്രീ മോഹൻ നായർ നൽകുന്നു. സാഹിൽ സുനിൽ. അടുത്തത് ശ്രീ ജയകുമാർ, സെക്രട്ടറി എയ്മ ഡൽഹി. ശ്രീനിവാസൻ.
ശ്രീ രവീന്ദ്രൻ, ട്രഷറർ, എയിമ ഡൽഹി, അദ്ദേഹം നൽകുന്നു. ശ്രീനിവാസന് പാർട്ടിഷിപ്പ് സർട്ടിഫിക്കറ്റ്. സുമി നിമിൽ. ശ്രീ അനിൽ, വൈസ് പ്രസിഡന്റ്, എയിമ ഡൽഹി. എന്നാലും നിങ്ങൾക്ക് ഏവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഗാനമാണ് ഇത്. ഇന്ത്യൻ സംഗീതത്തിൻ്റെ റാണി മലയാളത്തിലെത്തി പാടിയൊരു ഗാനമാണ്. കദളി കൺകദളി ചെങ്കദളി പൂവീണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവീണോ പൂക്കാര. കദളി കൺകദളി ചെങ്കദളി പൂവീണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവീണോ പൂക്കാര. മുകളിൽ ജില്ല 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 ജിങ്കില മോടി, മുകിൽ പൂ വിടർത്തും പൊൻകുട കീഴേ. മുകളിൽ ജില്ല 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 ജിങ്കില മോടി, മുകിൽ പൂ വിടർത്തും പൊൻകുട കീഴേ. വരില്ലേ ദീവനമാലി, തരില്ലേ താമര താലി, തെയ്യാരി തെയ്യാരി താരേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവീണോ പൂക്കാര. കിളികൾ വള്ളക്കിലുക്കണ വള്ളിയാൻ കാവിൽ, വള്ളിപ്പൂ മിഴത്തും കുടക്കീഴിൽ. കിളികൾ വള്ളക്കിലുക്കണ വള്ളിയൂർ കാവിൽ, കളഭം പൊഴിയും നിക്കിളിക്കുട്ടിൽ. ഉറങ്ങും നിത്യമെൻ മോഹം ഉണർത്തും വന്നൊരു നാളും, തെയ്യാരെ തെയ്യാരെ താരേ. കദളി കൺകദളി ചെങ്കദളി പൂവീണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവീണോ പൂക്കാര. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി, പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 14 വിലോചനായി അതിലേറെ മോഹിതനായി, പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന്, അറിയാതിന്നെന്തേ തനക്കം. പൂതുമീനുക്കം ചെറുമയക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി, പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴിവൻ ഒരു തിടുക്കം. കളിയും ചിരിയും നിറയും കനവിൽ, ഇളനീരൊഴുകി കുളിരിൽ. തണലും വെയിലും പുണരും
രസമോന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. കാത്തിരിപ്പുവിങ്ങളല്ലേ കാലമെന്നോ മൗനമല്ലേ, മൗനം തീരില്ലേ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനും തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. താങ്ക് യു. നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോ, വെറുമന്യനെ പോ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോൽ, വെറുമന്യനെ പോൽ. ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. ഓ ഓ ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. മാനസഭാവങ്ങൾ മൗനത്തിലൊളിപ്പിച്ചു മാലിനി നാമിരുന്നു. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോൽ, വെറുമന്യനെ പോൽ. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. ഓ ഓ അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയില്ലെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോ, വെറുമന്യനെ പോ. താങ്ക് യു. താങ്ക്സ് മനോജ്. ശ്യാമസുന്ദര പുഷ്പമേ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനനീനമീരിപ്പൂ ഞാൻ, ധ്യാനനീനമീരിപ്പൂ ഞാൻ. ഗാനമെന്നേ മറക്കുമോ
മരിക്കുമോ? വേറെ ഏതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാവുമോ? വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ? വേർപെടും നിണപക്ഷി തൻ ശോകവേണുനാദമായി മാറുമോ? ശ്യാമസുന്ദര പുഷ്പമേ, എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യ തൻ സ്വർണ്ണമേടയിൽ. എന്റെ കുങ്കുമ പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോ. മേഘമായി മേഘരാഗമായി വരൂ വേഗമീ തീകെടുത്താൻ. ശ്യാമസുന്ദര പുഷ്പമേ, എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പു ഞാൻ, ധ്യാനലീനമീരിപ്പു ഞാൻ. ഗാനമെന്നെ മറക്കുമോ? എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ? താങ്ക് യു. പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിന്നേഴ്സിൻ്റെ പേരുകൾ അനൗൺസ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. അതിനു മുമ്പായി നമുക്ക് ചെറിയൊരു ക്ലോസിംഗ് സെറിമണിയുണ്ട്. അതിനുവേണ്ടി എയ്മയുടെ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ബാബു പണിക്കർ സാർ, നാഷണൽ ചെയർമാൻ എയ്മ, അദ്ദേഹത്തെ ഒത്തിരി വിനയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ KR മനോജ്, നാഷണൽ ജനറൽ സെക്രട്ടറി എയ്മ. ശ്രീ PN ശ്രീകുമാർ, ചെയർമാൻ എയ്മ വോയിസ് 2025. ശ്രീ ജയരാജ് നായർ, നാഷണൽ അഡീഷണൽ ജനറൽ സെക്രട്ടറി എയ്മ. ശ്രീമതി പ്രശോഭ രാജൻ, നാഷണൽ ജോയിൻറ്റ് ട്രഷറർ. ശ്രീമതി ദീപ്തി നായർ, വൈസ് ചെയർപേഴ്സൺ എയ്മ നാഷണൽ വുമൻസ് വിംഗ്. ശ്രീ KC മുരളീധരൻ, ചീഫ് ജനറൽ മാനേജർ NTPC. നമ്മുടെ ഈ പരിപാടി മനോഹരമാക്കിയ, സുന്ദരമാക്കിയ, അതുപോലെ തന്നെ നല്ല സുന്ദരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിച്ച നമ്മുടെ ബഹുമാന്യരായ 2 ജഡ്ജസ്, ശ്രീ കവാലം ശ്രീകുമാർ സാർ, അതുപോലെ ശ്രീമതി ഗംഗ സിത്തറസു മാഡം, രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി വിനയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി എയ്മ വോയിസ് 2025 നോർത്ത് റീജൻ കോമ്പറ്റീഷൻ ധന്യമാക്കിയ, സുന്ദരമാക്കിയ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. വളരെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിച്ചു കാവാലം ശ്രീകുമാർ സാറ്, അതുപോലെ ഗംഗ മാഡം രണ്ടുപേരും. ശ്രീ K രഘുനാഥ്, ഡൽഹി മലയാളി അസോസിയേഷൻ്റെ കരുത്തനായ സാരഥി, അദ്ദേഹത്തിന് ഇരിക്കാൻ പോലും അവസരം കൊടുത്തില്ല. ക്ഷമിക്കണം സാർ, ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എത്തിച്ചേർന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്ന വിനയപൂർവ്വം. ശ്രീ KC മുരളീധരൻ സാർ, ചീഫ് ജനറൽ മാനേജർ NTPC, അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ് വിനയപൂർവ്വം. എല്ലാവർക്കും നമസ്കാരം. എയ്മ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് PN ശ്രീകുമാർ സാറിനും കാവാലം ശ്രീമുഖ സാറ്, ഗംഗാ മാഡം, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന സദസ്സിനും നമസ്കാരം. വളരെ ചെറിയ ഓഡിറ്റോറിയം ആണെങ്കിലും സഹൃദരായ
വളരെയധികം ആൾക്കാരുണ്ട്. അതിൽ ഇവിടെ പാർട്ടിസിപ്പേഷൻ ഞാൻ ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഹാഫിലാണ് വന്നത്. പക്ഷേ എന്നാൽ തന്നെ പാർട്ടിസിപ്പേഷനേക്കാൾ കൂടുതൽ ആൾക്കാർ സദസ്സിലൊഴിക്കുന്ന ആൾക്കാരും വളരെയധികം സഹൃദയരും കഴിവുള്ളവരുമാണെന്ന് അതിന് ശേഷം തെളിയിച്ചു. എല്ലാവർക്കും ആശംസകൾ. ഇവിടെ ഈ ഒരു അവസരത്തിൽ വരാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. ശ്രീമതി നിർമ്മല നന്ദകുമാർ ടാബുലേഷൻ ടീം മെമ്പറാണ്. മാഡത്തിനെ കൂടെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ അനൗൺസ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രീമാർ സാറിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. അനൗൺസ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വിധികർത്താക്കളാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് ശ്രീ ബാബു പണിക്കരും ശ്രീ KR മനോജുമൊക്കെ രാവിലത്തെ ചടങ്ങിൽ നിങ്ങളോട് സംസാരിച്ചിരുന്നതുകൊണ്ട് ഒരുപക്ഷെ സംഘടനയെ പ്രതിനിധീകരിച്ച് ഞാൻ മാത്രം സംസാരിക്കണമെന്ന് സംഘാടകർ ആഗ്രഹിച്ചിരുന്നിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. എയ്മ വോയിസ് ഇത് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ യൂണിറ്റാണ് ആദ്യം ചെറിയ തോതിൽ ഈ ഒരു പരിപാടി തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 12 വർഷങ്ങൾക്ക് മുമ്പാണ് അവരത് ചെയ്തത്. അതിനുശേഷം 2016 നമ്മൾ ദേശീയ തലത്തിലേക്ക് ഈ മത്സരത്തെ കൊണ്ടുവന്നു. 2016-ലും 2018-ലും ചെയ്തു. അതിനുശേഷം 2020-ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ കൊറോണയുടെ ഒരു ആക്രമണം കൊണ്ട് നമുക്ക് ആ വർഷം ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് ഡിസ്കണ്ടിന്യൂ ആയി. ഈ വർഷം പുതിയ ഭരണസമിതി ശ്രീ ബാബു പണിക്കരുടെയും ശ്രീ KR മനോജിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഗോപാലേട്ടൻ്റെ ഒരു വലിയ പിന്തുണയോടുകൂടിയാണ് ഈ പരിപാടി തിരിച്ച് കൊണ്ടുവരാനായിട്ട് ആലോചിച്ചത്. ഈ പരിപാടി ഈ പല സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല മത്സരം നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ഈ മേഖലാതല മത്സരം നടക്കുന്നത്. ഈ 20ഓളം മത്സരാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 17 പേരും ഇവിടെ പാടുകയും ചെയ്തു. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് അശ്രാന്തമായിട്ടുള്ളൊരു പരിശ്രമവും ഒരു വലിയ റിസ്ക്കുമൊക്കെയാണ് സംഘാടകർ യഥാർത്ഥത്തിൽ എടുക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറുനാട്ടിൽ ജീവിക്കുന്ന മലയാളി കുട്ടികൾക്ക് കേരളത്തിൽ ജീവിക്കുന്ന കുട്ടികളെപ്പോലെ തന്നെ അതേ ക്വാളിറ്റിയിൽ പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ഒരു വലിയ ദൗത്യമാണ്. അതാണ് ഈ പരിപാടിയുടെ കാരണം. ഒരുപക്ഷെ ഇനി എത്ര വർഷം ഇത് തുടർന്നു പോകുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് ഈ പരിപാടിക്ക് ഉള്ളത്. സത്യം പറഞ്ഞാൽ മറുനാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗീത പരിപാടി കേരളത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ സംപ്രേഷണം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ ചാനലിൻ്റെ 2016-ലുള്ള അവസ്ഥയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അതിനേക്കാളൊക്കെ കേരളത്തിലെ നമ്പർ 1 എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. എന്നിട്ടും അവരത് നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇന്നിവിടെ മത്സരിച്ച് ഇന്നിവിടെ വിജയിക്കുന്ന കുട്ടികൾ ഡിസംബർ 25 മുതൽ 28 വരെ എറണാകുളത്തുണ്ടാവും. അതിൽ 28-ാം തീയതി ഏറ്റവും അവസാനത്തെ ഫൈനലിൻ്റെ അവസാനത്തെ ദിനം എറണാകുളത്തിനടുത്ത് മണീഡിലുള്ള ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോയിൽ അവർ ലൈവിൽ പാടാൻ പോവുക. സോ അത് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനൽ നമുക്ക് നൽകുന്ന വലിയൊരു മറുനാട്ടിലെ മലയാളി കുട്ടികൾക്ക് നൽകുന്ന ഒരു വലിയൊരു അംഗീകാരമാണ്. ഞാൻ ശ്രീകണ്ഠൻ നായർ അതിൻ്റെ MD, ഫ്ലവേഴ്സിൻ്റെ MD, ഒപ്പം ഫ്ലവേഴ്സിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ ശ്രീ VC പ്രവീൺ, ഇവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഫോർമാറ്റിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാടാൻ താല്പര്യമുള്ള ആളുകൾ എയ്മ അടുത്ത വർഷങ്ങളിലും ഇത് ചെയ്യും എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ വളരെ കൃത്യതയോടുകൂടുള്ളൊരു പരിശീലനം കൊടുത്ത് ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം ഇന്നേ തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാദങ്ങളായി നീ വരൂ എന്നാണല്ലോ വരി. പക്ഷേ മറുനാട്ടിലെ മലയാളി കുട്ടികൾ കവലം ശ്രീകുമാറിൻ്റെയും ഗംഗയുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഞാനിത് പറയുന്നത്. പക്ഷേ മറുനാട്ടിലെ കുട്ടികൾ നാദങ്ങളായി നീ വരൂ എന്നാണ് പലരും പാടുന്നത്. നാദങ്ങളായി നീ വരൂ. ഈ വ്യത്യാസമാണ് മറുനാട്ടിലെ മലയാളി കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. അതിന് മാതാപിതാക്കൾ വിചാരിച്ചാൽ, ചെറുതിലേ മുതൽ അവരെ പിടിച്ചാൽ അവരുടെ ഗംഭീരമായിട്ടുള്ള കൃത്യതയോടുകൂടിയുള്ളൊരു ഉച്ചാരണം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരമൊരു ശ്രമം ഇതൊരു മത്സരത്തിൻ്റെ അവസാനമാണ്. പക്ഷേ ഇത് നാളത്തെ ഒരു മത്സരത്തിൻ്റെ തയ്യാറെടുപ്പിൻ്റെ തുടക്കമായിട്ട് നിങ്ങൾ മാതാപിതാക്കളും ഗായകരും കാണണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഈ നോർത്തേൺ സ്റ്റേറ്റിലെ സംസ്ഥാനതല മത്സരങ്ങൾ നടത്താനായിട്ട് മുൻകൈയെടുത്ത ഇവിടുത്തെ ഓരോ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും ഭാരവാഹികൾ ഇന്ന്
ഈ ദിവസം എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റിയിലെയും വിജയികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ ഹാളിൽ ഈ പരിപാടി മികച്ച രീതിയിൽ ഒരുക്കിയ നാഷണൽ കമ്മിറ്റിയിലെയും ഡൽഹി സംസ്ഥാന കമ്മിറ്റിയിലെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരോടുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഇത്തരത്തിൽ കാണാനുള്ള അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജഡ്ജിമാരായിട്ടുള്ള ശ്രീ കാവാലം ശ്രീകുമാറിനും ശ്രീമതി ഗംഗയ്ക്കും ഈ മൈക്ക് കൈമാറുകയാണ്. അവർ ഈ മത്സരത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു വിലയിരുത്തൽ പറഞ്ഞ ശേഷം റിസൾട്ട് പ്രഖ്യാപനത്തിലേക്ക് കടക്കും. ജനറൽ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് ശ്രീകുമാറാണ് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത്. നേരത്തെയും അദ്ദേഹം തന്നെയാണ് 2 എണ്ണവും ഓർഗനൈസ് ചെയ്തത്. അത് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഈ സോണൽ മത്സരത്തിന് വരുന്നതിന് മുമ്പ് ഇത്രയും വിജയകരമായിട്ട് നടക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ അത് വളരെ വിജയകരമായിട്ട് നടത്തുകയും അദ്ദേഹം പറഞ്ഞ കണക്ക് തന്നെ അടുത്ത വർഷം താങ്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയിം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. നമ്മുടെ കുട്ടികൾ അങ്ങ് പറഞ്ഞ കണക്ക് നാദങ്ങളെ അത് നല്ല രീതിയിൽ തന്നെ നീന്ന് തന്നെ പറയാനായിട്ട് നമ്മൾ പഠിപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. അത് ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഗാനങ്ങൾ ആലപിക്കാൻ ഇവിടെ വലിയൊരു ഗൈഡൻസാണ്. 2 ഗുരുക്കന്മാരാണ് നമുക്ക് ഇത്രയും വലിയ ഗൈഡൻസ് തന്നിരിക്കുന്നത്. വലിയ രീതിയിൽ എങ്ങനെയാണ് ഇനി ഇവിടെ കേട്ടുകൊണ്ടിരുന്ന പലർക്കും അത് മനസ്സിലാക്കണം. നമുക്കിനി പറഞ്ഞു കൊടുക്കാൻ കൂടെ സാധിക്കും എങ്ങനെയാണ് ഒരു ഗാനം ആലപിക്കേണ്ടത്, അതിൻ്റെ ശ്രുതി എങ്ങനെ ആയിരിക്കണം, താളം എങ്ങനെ ആയിരിക്കണം, ഭാവം എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഗുരുക്കന്മാർ പറഞ്ഞു തന്നു. എന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും. ഇവിടെ ജയിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ ജയിക്കുന്ന മത്സരാർത്ഥികൾ അവർ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റിൻ്റെ NRCയുടെ ഒരു അഭിമാനമാണ്. നിങ്ങൾ അത് അഭിമാനം അവിടെ പോയിട്ടാണെങ്കിലും കുറച്ചുകൂടെയൊക്കെ ശുദ്ധിയോടുകൂടിയും ശ്രുതിമധുരത്തോടുകൂടിയും ജയിക്കുന്ന മത്സരാർത്ഥികൾ പാടാൻ ശ്രമിക്കണം. ഇന്ന് ഇവിടെ മത്സരത്തിൽ നിന്ന് ചിലപ്പം ജയിക്കാതെ പോയോ 3-ാം സ്ഥാനം എത്താൻ സാധിക്കാതെ പോയ ആൾക്കാർ തീർച്ചയായിട്ടും അതിന് അവസരം ഉണ്ടാകും. അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ശ്രീകുമാർജിയുടെ നേതൃത്വത്തിൽ തന്നെ ഇനിയൊരു മത്സരം ഉണ്ടാകും. ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ ശുദ്ധിയോടുകൂടി നമുക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഗുരുക്കന്മാർക്ക് മൈക്ക് കൈമാറുകയാണ്. 3 കാറ്റഗറിയിൽ നടന്ന മത്സരത്തിൽ ഞങ്ങൾക്ക് അതിൽ ഏറ്റവും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തത് സീനിയർ ഗ്രൂപ്പാണ്. ആകെപ്പാടെ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഞാനൊക്കെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏത് രാജ്യങ്ങളിൽ പോയാലും ഏത് പ്രദേശത്ത് പോലും അവിടുത്തെ ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഡൽഹിയിൽ താമസിക്കുന്ന കുട്ടികൾ ഇവിടുത്തെ സംഗീതം, നോർത്ത് ഇന്ത്യൻ സംഗീതം കൂടുതൽ കൈകാര്യം അല്ലെങ്കിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. അത് കുറച്ചുകൂടെ ശ്രുതിശുദ്ധമായി പഠിപ്പിക്കാൻ ധാരാളം ഗുരുക്കന്മാരിവിടെ ഉണ്ട്. കർണാടക സംഗീതം അറിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം, അതിൻ്റെ ബേസിക് പഠിച്ചിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഫിലിം സോങ്സ് പാടാനായിട്ട് എപ്പോഴും ശ്രുതിശുദ്ധമായിട്ട് പാടാനായിട്ട് ഈ ഹിന്ദുസ്ഥാനി സംഗീതമാണ് കുറച്ചുകൂടെ ഉതകുക എന്നാണ് പല കോമ്പറ്റീഷൻസിനും നമ്മൾ കാണുന്നത്. ഇപ്പം വളരെ നിലവാരമുള്ള ഹിന്ദി ചാനൽസിനെ കുട്ടികളുടെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലാതെയും വളരെ അപൂർവമായിട്ട് കേരളത്തിൽ നിന്നൊരു കുട്ടി വൈഭവൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ജനറലി കാണുന്നത് ഹിന്ദുസ്ഥാനി പഠിച്ചിട്ട് വരുന്ന കുട്ടികളാണ് ശ്രുതിശുദ്ധമായിട്ടും വളരെ എക്സലൻസ് ആയിട്ടും ഒക്കെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ അതും കൂടെ കൈകാര്യം ചെയ്യണം ഇവിടുത്തെ കുട്ടികൾ, അല്ലെങ്കിൽ പഠിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്, റിക്വസ്റ്റ് ഉണ്ട്. കാരണം അത് നല്ലപോലെ പഠിപ്പിക്കാനായിട്ട് ഗുരുക്കന്മാരെ അവൈലബിളാണ്, കൂടുതൽ ഗുരുക്കന്മാരെ ഉണ്ട് അതിൽ. ഏതായാലും ഇവിടെ വീണ്ടും വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കഴിഞ്ഞ ഒരു അമ്മയുടെ ഇതിന് വന്നത്. വീണ്ടും ശ്രീകുമാർജിയുടെ നേതൃത്വത്തിൽ വീണ്ടും എന്നെ വീണ്ടും വിളിക്കുകയുണ്ടായി. ഗംഗ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഇതിൽ കൂടുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ മലയാളികളെ കാണാൻ സാധിച്ചാലും ഇവിടുത്തെ കുട്ടികളുടെ സംഗീതം കേൾക്കാൻ സാധിച്ചാലും വളരെയധികം സന്തോഷം. അവർക്ക് എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ TV ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു കേരള സമാജത്തിൻ്റെ ഒരു പരിപാടിക്ക് വന്ന ഒരു ഓർമ്മ. ഇതൊക്കെ 2003-2004 ആ കാലഘട്ടത്തിലാണ്, 10-20 വർഷം മുന്നാടിയാണ്, അതുകൊണ്ട് ഓർമ്മയില്ല.
അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ഡൽഹി വന്നിട്ടുള്ളൂ മ്യൂസിക്കലി കണക്റ്റഡായിട്ട്. ഇങ്ങനൊരു അവസരത്തിൽ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞാൻ വന്നത്. കാരണം നോർത്തിൽ ഈ ശ്രീകുമാർ സാർ പറഞ്ഞ മാതിരി സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ സെൻറ്ററാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ അത് ഇവിടെ ഞാൻ അധികം കണ്ടില്ല. സംഗീതം നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതം ഇത്രയും ഉള്ള ഒരു ഭാഗത്ത് നിന്ന് അതിൻ്റെ ഇൻഫ്ലുവൻസിൽ പഠിച്ചിട്ട് വന്ന കുട്ടികളെ പ്രതീക്ഷിച്ച മാതിരി ആരെയും കാണാൻ പറ്റിയില്ല. അത് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ അവിടെ സൗത്തിലിരുന്നുകൊണ്ട് നല്ല ഹിന്ദുസ്ഥാനി ടീച്ചേഴ്സിനെ കിട്ടാതെ ഓൺലൈനിൽ കിട്ടുമോ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ടോ ഒക്കെയാണ് ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. കേട്ടാണ് പഠിക്കുന്നത് പലതും. നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ അത്രയും പ്രഗത്ഭരായ വിദ്വാൻമാരും വിദുഷികളും ഉള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എന്തുകൊണ്ടും സിനിമാ സംഗീതത്തിന് പ്രത്യേകിച്ചും സിനിമാ പാട്ടുകൾക്ക് ഒരു ശ്രുതി എന്നത് മാത്രമല്ല, അത് തന്നെ അതിൻ്റെ ഇപ്പോൾ പ്രമദവനമായിക്കോട്ടെ അങ്ങനത്തെ പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മോർ ഹിന്ദുസ്ഥാനി ടച്ചസ് ആണ്, കർണാട്ടിക് ടച്ച് അല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ മലയാളം പാട്ടുകളെല്ലാം കർണാടക സംഗീതത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന്. പക്ഷേ ഹിന്ദുസ്ഥാനിക്കും കർണാട്ടിക്കിനും സ്വരങ്ങളൊക്കെ ഒന്നാണെങ്കിലും പാടുന്ന വിധം അത് കൂടുതൽ കുറച്ചുകൂടി കേൾക്കാൻ ഇൻപമുള്ളതാണ്. കർണാടക സംഗീതം കൂടുതൽ ടെക്നിക്കലാണ്, ഒരു എന്താ പറയുക വളരെ ആഴമുള്ള ഒരു ബ്രാഞ്ച് ഓഫ് മ്യൂസിക്കാണ്. സോ അതിനെപ്പറ്റി അധികം പറയാനുള്ള വിവരമൊന്നും എനിക്കില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹിന്ദുസ്ഥാനി സംഗീതം ആൻഡ് വെസ്റ്റേൺ ക്ലാസിക്കൽ, ഞാൻ ഇത് രണ്ടും പഠിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ക്ലാസിക്കലാണ് വോയിസ് കൾച്ചറിന് ബെസ്റ്റ്. നിങ്ങൾക്ക് വോയിസ് കൾച്ചർ ഫോക്കസ് ചെയ്യാനാണ് താല്പര്യമുള്ളവരെങ്കിൽ വെസ്റ്റേൺ ക്ലാസിക്കലിന് പോവുക. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കാൻ താല്പര്യമുള്ള ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുക. സോ നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ച് ആ ഒരു ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചർ എന്താ നമ്മൾ തീരുമാനിക്കണം. കർണാടക സംഗീതത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ, അത് തന്നെ ഫോക്കസ് ചെയ്യണം. സിനിമാ പാട്ടാണ് എൻ്റെ ഇത് എന്ന് ഉദ്ദേശിക്കുന്നവർ കർണാട്ടിക് മാത്രം പഠിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം ആ ചെസ്റ്റ് വോയിസിൽ നിന്ന് ഹെഡ് വോയിസിലേക്കുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പാടാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എന്തുകൊണ്ടും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ നാടായ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ ജീവിക്കുന്നു, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ല കഴിവുള്ള കുട്ടികളാണ്, എല്ലാവർക്കും നല്ല കഴിവുണ്ട്. അത് ശരിയായ രീതിയിൽ ചാനലൈസ് ചെയ്യണം എന്ന് പേരൻസിനോടും റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നീട് ഒരു റിക്വസ്റ്റ് കൂടി എനിക്കുള്ളത്, ഞാൻ കണ്ടിടത്തോളം കഴിവിനനുസരിച്ചുള്ള പാട്ടുകളല്ല പലരും എടുത്തിട്ട് വന്നത്. ചോയ്സ് ഓഫ് സോങ്സ്, നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത പാട്ടുകൾ, പറയുന്നതിലൊന്നും തോന്നരുത്. പറയാൻ മറന്നു എന്നുള്ള പാട്ട് മോള് പാടി, അത് ഇത്രയും പ്രൊഫഷണലായ സിംഗേഴ്സ് പോലും അത് പാടാൻ പേടിക്കുന്ന ഒരു പാട്ടാണ്. അതൊരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ കൊണ്ടുവന്ന് പാടാന്നുള്ളത് ആ കുട്ടിയുടെ കഴിവിനെ കോൺഫിഡൻസിനെയും കുറയ്ക്കുക ചെയ്യുക. സോ നമ്മൾക്ക് എന്ത് പറ്റുമോ അത് മതി നമ്മൾ തെളിയിക്കാൻ. ഇപ്പം ഞാനൊരു കർണാട്ടിക് സോങ് എടുത്ത് പാടണമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല. എൻ്റെ സ്ട്രെങ്ത് എനിക്കറിയണം, എൻ്റെ സ്ട്രെങ്ത് മെലഡിയാണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് എനിക്കറിയാം. അതിൽ നമ്മൾ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെമി ക്ലാസിക്കൽ റൗണ്ട് ഉണ്ടെങ്കിൽ സെമി ക്ലാസിക്കലിൽ തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സെമി ക്ലാസിക്കൽ ചൂസ് ചെയ്യണം. അപ്പോൾ ചോയ്സ് ഓഫ് സോങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും പാരൻസിനോടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം പാരൻസാണ് പാട്ട് ചൂസ് ചെയ്ത് കൊടുക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് സോങ് ചോയ്സ് എടുത്ത് കൊടുക്കുക. അടുത്തടുത്ത് വർഷങ്ങളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ അവസരങ്ങൾ കിട്ടുമ്പോഴോ സോങ് സെലക്ഷൻ വളരെ ശ്രദ്ധിച്ച് കുട്ടികൾക്ക് കൊടുക്കുക, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക്. മുതിർന്നവർ അവർക്ക് അറിയാം, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിലും ഈ ഒരു ജഡ്ജ് ചെയ്യാൻ സാറിന് കൂടെ ഇരുന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഇതിനൊരു ക്രൈറ്റീരിയ നമ്മൾ നിശ്ചയിച്ചിരുന്നു. ഒന്നാം സ്ഥാനം വേണമെങ്കിൽ ടോട്ടൽ മാർക്കിൻ്റെ 80%, രണ്ടാം സ്ഥാനം വേണമെങ്കിൽ ടോട്ടൽ മാർക്കിൻ്റെ 70%, മൂന്നാം സ്ഥാനം വേണമെങ്കിൽ ടോട്ടൽ മാർക്കിൻ്റെ 60%. ഇതാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഓരോ കാറ്റഗറി ആയിട്ട് നമുക്ക് പോകാം. ആദ്യ കാറ്റഗറി നമുക്ക് സൂപ്പർ സീനിയറിൽ നിന്ന് പോയാലോ അതോ ജൂനിയറിൽ നിന്ന് പോകണം? ഓക്കെ, അപ്പോൾ സൂപ്പർ സീനിയറിൻ്റെ ഫലപ്രഖ്യാപനമാണ് ശ്രീകാവാലം ശ്രീകുമാർ. സൂപ്പർ സീനിയറിൽ തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ 308
Chest number 308 is Sahil Sunil, super senior, third prize. സാഹിൽ സുനിൽ സ്റ്റേജിലേക്ക് വരണം. സാഹിൽ സുനിലിന് മൊമെൻറ്റോ നൽകുന്നു ശ്രീ മുരളീധരൻ, ജനറൽ CGM NTPC. സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ ബാബു പണിക്കർ, നാഷണൽ ചെയർമാൻ എയ്മ. ഇത് ഈ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ റൗണ്ടും കൂടെ വരുമ്പോൾ മാറി മറിഞ്ഞ ഒരു കോമ്പറ്റീഷൻ കൂടെയാണിത്. മെലഡിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ഒരാൾക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. രണ്ടും കൂടെ ചേർത്ത് ആവറേജ് എടുത്തിട്ടാണ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ 306. ചെസ്റ്റ് നമ്പർ 306 ഇസ് പ്രഭ MK. പ്രഭ MK സ്റ്റേജിലേക്ക് വരിക. ശ്രീമതി പ്രഭ MKക്ക് മൊമെൻറ്റോ നൽകുന്നു ശ്രീ KR മനോജ്, നാഷണൽ ജനറൽ സെക്രട്ടറി എയ്മ. സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ K രഘുനാഥ്, പ്രസിഡന്റ് DMA. First prize goes to chest number 305. Chest number 305, Mamta M. Matthews. മമത M. മാത്യൂസിന് മൊമെൻറ്റോ നൽകുന്നു ശ്രീ മുരളീധരൻ, CGM NTPC. ക്ലാസിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ ബാബു പണിക്കർ, നാഷണൽ ചെയർമാൻ എയ്മ. ക്ലാസിക്കൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം മമത. അപ്പം സൂപ്പർ സീനിയറിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം സോണലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് 1ാം സ്ഥാനക്കാരി മാത്രമാണ്. മറ്റു 2 പേർക്കും 2ഉം 3ഉം സ്ഥാനങ്ങൾ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അടുത്തതായി ജൂനിയറിൻ്റെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. തേർഡ് പ്ലേസ് ഗോസ് ടു 101. തേർഡ് പ്ലേസ് 101 ആദിൽ ശങ്കർ. ആദിൽ ശങ്കറിന് മൊമെൻറ്റോ നൽകുന്നു ശ്രീമതി പ്രശോഭ രാജൻ, നാഷണൽ ജോയിൻറ്റ് ട്രഷറർ എയ്മ. സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീമതി ദീപ്തി നായർ, നാഷണൽ വൈസ് ചെയർപേഴ്സൺ എയ്മ. Second place goes to 102. ചെസ്റ്റ് നമ്പർ 102 ഈസ് അശ്വതി പിള്ള G. സ്റ്റേജിലേക്ക് വരണം. അശ്വതി പിള്ളയ്ക്ക് മൊമെൻറ്റോ നൽകുന്നു ശ്രീ അജികുമാർ മേഡയിൽ, എയ്മ ഡൽഹി പ്രസിഡന്റ്. സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ KR മനോജ്, എയ്മ നാഷണൽ ജനറൽ സെക്രട്ടറി. ജൂനിയർ വിഭാഗത്തിലെ ഫസ്റ്റ് പ്രൈസ് 104. ചെസ്റ്റ് നമ്പർ 104 ഈസ് നിവേദ്യ N. മേനോൻ. നിവേദ്യ മേനോന് മൊമെൻറ്റോ നൽകുന്നു ശ്രീ മുരളീധരൻ, CGM NTPC. സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ K രഘുനാഥ്, പ്രസിഡന്റ് DMA. ജൂനിയർ 1ഉം 2ഉം 3ഉം സ്ഥാനക്കാരായി. പക്ഷേ നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം ഈ 3 പേരും അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ ക്വാളിറ്റിയുടെ ഒരു കാര്യം. അപ്പോൾ 60% എത്താത്ത കുട്ടികളാണ്. ഇത് സീനിയർ വിഭാഗത്തിൽ തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ 202. സീനിയർ വിഭാഗത്തിലെ 202 ഈസ് ദേവിക മേനോൻ. ദേവിക മേനോന് സർട്ടിഫിക്കറ്റ് നൽകുന്നു എയ്മ നാഷണൽ ജോയിൻറ്റ് ട്രഷറർ ശ്രീമതി പ്രശോഭ രാജൻ. സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീമതി ദീപ്തി നായർ, എയ്മ നാഷണൽ വിംഗ് ചെയർപേഴ്സൺ, വിമൻസ് വിംഗ് ചെയർപേഴ്സൺ.
സീനിയർ വിഭാഗത്തിലെ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 203. ചെസ് നമ്പർ 203 ഈസ് ധനുഷ് ശശിധരൻ. ധനുഷ് ശശിധരന് മൊമെൻറ്റോ നൽകുന്നു ഏമ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ. സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ KR മനോജ്, നാഷണൽ ജനറൽ സെക്രട്ടറി. And first prize goes to chess number 204. ചെസ് നമ്പർ 204 ഈസ് K. സിദ്ധാർത്ഥ്. കെ സിദ്ധാർത്ഥന് മൊമെൻറ്റോ നൽകുന്നു ശ്രീ KC മുരളീധരൻ, CGM NTPC. മൊമെൻറ്റോ നൽകുന്നു ശ്രീ K. മുരളീധരൻ, CGM NTPC. സർട്ടിഫിക്കറ്റ് നൽകുന്നു ശ്രീ K. രഘുനാഥ്, പ്രസിഡന്റ് DMA. സീനിയർ വിഭാഗത്തിൽ ഈ 3 വിജയികളും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു. വിജയികൾക്ക് എല്ലാവർക്കും ആശംസകൾ. സഹകരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമ്മുടെ ഈ പരിപാടി ധന്യമാക്കിയ, എത്ര മനോഹരമാക്കിയ നമ്മുടെ 2 ജഡ്ജസിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ശ്രീ കാവാലം ശ്രീകുമാർ സാർ, അദ്ദേഹത്തിന് മെമൻറ്റോ നൽകുന്നു. ശ്രീ ജയരാജ് നായർ, നാഷണൽ അഡീഷണൽ ജനറൽ സെക്രട്ടറി, എയ്മ. പൊന്നാട അണിയിക്കുന്നു ശ്രീ KR മനോജ്, നാഷണൽ ജനറൽ സെക്രട്ടറി. നല്ലൊരു കയ്യടിയാകാം. ജഡ്ജ്മെൻറ്റ് മാത്രമല്ല നമുക്ക് നൽകിയത്, മധുരമൂറുന്ന മനോഹരമായ 2-3 ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു. അതിനുകൂടി നല്ലൊരു കയ്യടി. മാഡം ഗംഗ സിത്തരസു. ഇന്നലെ ഞാൻ കുറേ സമയം എംബോസിഷൻ എഴുതി പഠിച്ചതാണ്. മാഡം ശ്രീമതി ഗംഗ സിത്തരസു. ശ്രീമാർ സാറാണ് അത് സഹായിച്ച. സാറിന് നല്ലൊരു കൈയടി. ബാബു പണിക്കർ സാർ പൊന്നാട അണിയിക്കുന്നു. രഘുനാഥ് സാർ മെമൻറ്റോ നൽകുന്നു. പക്ഷയിലെ ഗാനം, സത്യം പറഞ്ഞാൽ അത് മൂളാത്ത മലയാളികളില്ല. ആ ഗാനം മാഡത്തിൻ്റെ ആണെന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കറിയാതെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും അത് പടർത്തുന്നതായിരിക്കും ആ ഒരു അറിവ്. ഇനി നമുക്ക് ഈ പരിപാടിയുടെ സ്പോൺസേഴ്സിന് ഒരു മൊമെൻറ്റ് നൽകുന്നതാണ്. മെയിൻ സ്പോൺസർ രാവിലെ ഉണ്ടായിരുന്നു, നൽകി. അതിനുശേഷം നമ്മൾ 3 സ്പോൺസേഴ്സാണ്. അതിൻ്റെ വിശദവിവരങ്ങൾ ശ്രീ ജയരാജ് പറയുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ പ്രോഗ്രാമിൻ്റെ സമയത്ത് മുഖ്യ അതിഥി വന്ന നമ്മുടെ NTPCയുടെ CGM ശ്രീ CK മുരളീധരൻ സാറിന് ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ് എയ്മയുടെ നാഷണൽ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ. നമ്മുടെ എല്ലാ പരിപാടിയിലും നമുക്ക് സാമ്പത്തികം ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ നമുക്ക് ഇച്ചിരി സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട്. അത് നമ്മുടെ എയ്മയുടെ അംഗങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ അവരെ ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് യഥാർത്ഥ പറഞ്ഞ തെറ്റാണെങ്കിൽ കൂടി അത് വായിക്കണം. ചെറിയൊരു മ്യൂസിക്കൽ ഒരു മൊമെൻറ്റോയാണ്, അത് വായിക്കണം. നമ്മുടെ രാവിലെ ഇതിൻ്റെ മെയിൻ സ്പോൺസറായിട്ടുള്ള ശ്രീ മനുവൽ മെഴുക്കെല്ലാം നമ്മളത് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ബാബുവേട്ടൻ എയ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും, എയ്മയുടെ ചെയർമാനിലുപരി സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന ആണ് നമ്മുടെ ചെയർമാൻ സാറ്. അദ്ദേഹത്തിന് ഒരു മൊമെൻറ്റോ നൽകി ആദരിക്കുകയാണ് എയ്മയുടെ ഡൽഹി പ്രസിഡന്റ് ശ്രീ അജികുമാർ മേഡയിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ എയ്മയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ്, അദ്ദേഹത്തോട് തന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം സാമ്പത്തികമായിട്ട് ഓക്കെ അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. പറയാണ്ട് തന്നെ ഞങ്ങൾക്ക് പൈസ കൊണ്ടു തരുന്ന ഒരു വ്യക്തിയാണ്. എയ്മയുടെ ദേശീയ സെക്രട്ടറിയിലുപരി അദ്ദേഹം എയ്മയെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു മൊമെൻ്റ് കൊടുത്ത് ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ മനോജ് സാറ് വാങ്ങില്ല എന്ന് പറയുന്നു. അപ്പോൾ ബി ചേച്ചി അവിടെ ഉണ്ട്, ബി ചേച്ചി ഒന്ന് വന്ന് വാങ്ങിക്കുക. അത് കൊടുക്കാനായിട്ട് ഞാൻ ബി ചേച്ചിയുടെ കൂട്ടുകാരെയൊക്കെ ഇവിടെ വിളിക്കുന്നു. പ്രശോഭയെ കൂടാതെ നമ്മളെ ഈ രാവിലെയല്ല ഇന്നലെയല്ല 2 ദിവസം മുതൽ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് ആങ്കറിങ് പാർട്ട് ഏറ്റെടുത്ത് വളരെ മനോഹരമായി അതിരാവിലെ 7 മണി മുതൽ ഇവിടെ വന്ന് ഈ വൈകിട്ട് ഇത്രയും മനോഹരമായൊരു ശബ്ദം
ഇതിലൂടെ ഈ പരിപാടി നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ച ശ്രീ പ്രദീപ് സദാനന്ദനെ ഞങ്ങൾ ആദരിക്കുകയാണ്. ABയുടെ നാഷണൽ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ അദ്ദേഹത്തിന് ഒരു മൊമെൻറ്റോ നൽകി ആദരിക്കുന്നു. ചെറിയ മൊമെൻറ്റോ ആണ്, വലിയ സൈസുള്ള മൊമെൻറ്റോ ഒന്നല്ല, പക്ഷേ മനോഹരമായി ഡിസൈൻ ചെയ്തതാണ്. നമ്മുടെ ഒരു സ്പോൺസറും കൂടെ അദ്ദേഹം എത്തിയോന്ന് അറിയത്തില്ല. ശ്രീ ഡോക്ടർ ടി ഒ തോംസൺ പ്രസ് സർവീസസിൻ്റെ ഓണറാണ്. അദ്ദേഹം എത്തിയിട്ടില്ല, അദ്ദേഹം ഒരു പരിപാടിയിലാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റോ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അടുത്തത് ഓട്ടോ താങ്ക്സ് ആണ്. ഒത്തിരി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒത്തിരി പേരുകളൊക്കെ മെനക്കെട്ട് എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോട്ടോ കൂടെ എടുത്തു കഴിഞ്ഞ് ഓട്ടോ താങ്ക്സ് പറയുമ്പോൾ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓട്ടോ താങ്ക്സിന് ശേഷം മാത്രം ഫോട്ടോ സെക്ഷൻ എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓട്ടോ താങ്ക്സിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു ശ്രീ ജയകുമാർ, കോർഡിനേറ്റർ ഐമ വോയിസ് 2025, അതുപോലെ തന്നെ ഡൽഹിയിലെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഡിയൻസിനെ കാണുന്നത്. ഈ നന്ദി പ്രകാശനം ചെയ്യുമ്പോൾ ആരും കാണാറില്ല. അപ്പോൾ ഞാനൊന്നും വർക്കൗട്ട് ചെയ്യാതെ വന്നതിൽ ഇപ്പോഴേ പറഞ്ഞ് ഞങ്ങൾ ആളുകളെ പിടിച്ചിരുത്തും, നീ വായിച്ചേ പറ്റും. അപ്പോൾ പണി കിട്ടി. അപ്പോൾ എന്നാലാവുന്ന രീതി ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പേര് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക്. എയ്മ വോയിസ് 2025 പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും നമസ്കാരം. എയ്മയുടെ പേരും പ്രശസ്തിയും ലോകമെമ്പാടും വർദ്ധിപ്പിച്ച ഒരു മറുനാടൻ മലയാളി സംഘടനയുടെ പരിപാടിയാണ് എയ്മ വോയിസ് 2025. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 300ഓളം കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നത് ഈ പരിപാടിയുടെ വിജയത്തിൻ്റെ എടുത്തു പറയാവുന്ന ഒരു ഘടകമാണ്. ഇതിന് ചുക്കാൻ പിടിച്ച എയ്മയുടെ രക്ഷാധികാരികളിൽ ഒരാളും മുൻ ജനറൽ സെക്രട്ടറിയും ഈ പരിപാടി ചെയർമാനുമായ ശ്രീ PN ശ്രീകുമാർ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. 20ഓളം കുട്ടികൾ പങ്കെടുത്ത ഇന്നത്തെ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് വളരെ നല്ല രീതിയിൽ പര്യവസാനിച്ചിരിക്കുകയാണ്. അതിനാദ്യമായി ഇതിൽ പങ്കെടുത്ത എല്ലാ ഗായികമാരെയും അവരുടെ മാതാപിതാക്കളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്ന് ഈ മത്സരത്തിൽ വിജയിച്ച എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം ഫൈനൽ മത്സരത്തിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കുവാനും വിജയിക്കുവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനും എയ്മ നാഷണൽ ചെയർമാനുമായ ശ്രീ ബാബു പണിക്കർ അവർകൾ, ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് അവർകൾ, പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ KV തോമസ് അവർകൾ, ശ്രീ ജെയ്സൺ ജോസഫ് നാഷണൽ വൈസ് പ്രസിഡന്റ് എയ്മ, ശ്രീ ജയരാജ് നായർ അഡീഷണൽ നാഷണൽ ജനറൽ സെക്രട്ടറി എയ്മ. ജയരാജ് നായരെക്കുറിച്ച് ഒരു വാക്ക് കൂടെ പറയാതെ വയ്യ. ഞാനായിരുന്നു കൺവീനറെങ്കിലും എൻ്റെ പകുതി പണിയെടുത്തത് ജയരാജേട്ടനാണ്. അതുകൂടാതെ എൻ്റെ 2 സ്റ്റേറ്റിലുള്ള ശ്രീ രാമദാസ്ജിയും അതുപോലെ അനൂപ് ഗോപിനാഥനും ഇവർക്കും ഞാൻ നന്ദി പറയാണ് ഈ അവസരത്തിൽ. അതുപോലെ ശ്രീമതി പ്രശോഭ രാജൻ നാഷണൽ ജോയിൻറ്റ് ട്രഷറർ എയ്മ, ശ്രീമതി ദീപ്തി നായർ നാഷണൽ വുമൻസ് ചെയർപേഴ്സൺ, ശ്രീ അജികുമാർ മേഡയിൽ പ്രസിഡന്റ് എയ്മ ഡൽഹി, ശ്രീ സുരേഷ് കുമാർ നായർ പ്രസിഡന്റ് എയ്മ UP, ശ്രീ മോഹൻ K നായർ പ്രസിഡന്റ് എയ്മ ഹരിയാന. അതുപോലെ തന്നെ ഇന്ന് യാദൃശ്ചികമായി ഇവിടെ എത്തിച്ചേർന്ന NTPC ജനറൽ മാനേജർ ശ്രീ മുരളി സാർ, എയ്മയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഭാരവാഹികൾ, കേരളത്തിലെ പ്രശസ്തരായ നമ്മുടെ ജഡ്ജസ് ശ്രീ കാവാലം ശ്രീകുമാർ അവർകൾ, ശ്രീമതി ഗംഗ ചിറ്ററസു. ശരിയായോ? താങ്ക് യു. ഞാനത് പറയണോ ഗംഗാ മാഡം എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഈ പരിപാടിയുടെ മെയിൻ സ്പോൺസേഴ്സായ മാനുവൽ മലബാർ, വെസ്റ്റേൺ കൺട്രോൾ, പണിക്കർ ട്രാവൽസ്, തോംസൺ പ്രസ് സർവീസ്, എൻ്റെ സഹപ്രവർത്തകർ, ഇൻവോക്കേഷൻ ചെയ്ത എയ്മ ഡൽഹിയുടെ യൂത്ത് വിംഗ് കൺവീനർ ശ്രീമതി സ്നേഹ ഷാജി ആൻഡ് ടീം, ആങ്കർ ചെയ്ത പ്രദീപ് സദാനന്ദൻജി, ഉത്തര ഗുരുവായൂർ അമ്പലത്തിൻ്റെ നല്ലൊരു സഹകരണമാണ് നമുക്കിന്ന് ലഭിച്ചത്. അതിന് പ്രസിഡന്റ് ശ്രീ രമേശ് നമ്പ്യാർ അവർക്കും സെക്രട്ടറി ശ്രീ വേണുഗോപാൽ അവർക്കും മറ്റു ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ എയ്മയുടെ വനിതാ അംഗങ്ങൾ, എയ്മയുടെ അംഗസംഘടനകൾ, ലൈറ്റ് ആൻഡ് സൗണ്ട് ടീം, രാവിലെ മുതൽ സാങ്കേതിക സഹായം ചെയ്ത ശ്രീ മുരളിയേട്ടൻ, ജഡ്ജസിന് സപ്പോർട്ട് ചെയ്ത ശ്രീമതി നിർമ്മല നന്ദകുമാർ ആൻഡ് ശ്രീമതി കനക കൃഷ്ണൻ, സാമ്പത്തിക സഹായം ചെയ്ത എയ്മയുടെ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ സെറ്റപ്പിനും മറ്റും ഞങ്ങളുടെ കൂടെ നിന്ന ശ്രീ സുനിൽ, ശ്രീ ഗോപകുമാർ,
ശ്രീ രഘുനാഥ് അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. LED ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് സഹായിച്ച നേതൃത്വം കൊടുത്ത ശ്രീ ശ്രീജിത്ത് എന്നിവർക്ക് നന്ദി പറയുന്നു. ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എയ്മ നോർത്തേൺ സ്റ്റേറ്റിലെ എയ്മ വോയിസിൻ്റെ മറ്റ് കൺവീനർമാർ ശ്രീ രാമദാസ്, ശ്രീ ഗോപിനാഥ് രാജസ്ഥാൻ എന്നിവർക്കും ഈ പരിപാടിയുടെ കാര്യത്തിന് എന്നോടൊപ്പം നിന്ന മറ്റുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും അറിഞ്ഞോ അറിയാതെ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ക്ഷമ ചോദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. എയ്മ വോയിസിൻ്റെ പ്രത്യേകം നന്ദി. താങ്ക് യു ശ്രീ ജയകുമാർ. ഇനി നമുക്ക് ഇതിൻ്റെ പരിസമാപ്തിയാണ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫോട് കൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സായാഹ്നം ഇത്ര ഭംഗിയാക്കിയ നമ്മുടെ ജഡ്ജസിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. नायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता